ഹായ് ഫ്രണ്ട്സ്, രാജ്യസഭയിലും പാസാക്കപ്പെട്ടതോടുകൂടി വഖഫ് ഭേദഗതി നിയമം യാഥാർത്ഥ്യമായി. പ്രതിപക്ഷം ഒന്നടങ്കം എതിർത്തുവെങ്കിൽ പോലും ലോക്സഭയിലും രാജ്യസഭയിലും ശക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ BJP ഗവൺമെന്റിന് ആ നിയമം പാസ്സാക്കുവാൻ കഴിഞ്ഞു. പക്ഷേ ഇതെല്ലാം നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നയങ്ങൾ നടപ്പാക്കുന്നതിൽ ഈ ഗവൺമെന്റ് പ്രകടമാക്കുന്ന നിശ്ചയദാർഢ്യമാണ്. അയാറാം കയ്യാറാം മനോഭാവമില്ല. ഞങ്ങൾ നടപ്പാക്കുമെന്ന് പറഞ്ഞ് നടപ്പാക്കിയിരിക്കും. അവിടെ പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസമോ മറ്റ് സംശയങ്ങളോ ഒന്നും ബാക്കിയില്ല. BJP നയങ്ങൾ അത് ഉറപ്പായും നടപ്പാക്കിയിരിക്കും. അതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ നേട്ടം എന്ന് പറയുന്നത്. അത് രാമജന്മഭൂമി ആണെങ്കിലും കാശ്മീരിന് പ്രത്യേക പദവിയാണെങ്കിലും യൂണിഫോം സിവിൽ കോഡ് ആണെങ്കിലും ഒക്കെ നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ നടപ്പാക്കിയിരിക്കും. കണ്ടുപടി കോൺഗ്രസേ, ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത്. സ്വന്തം അണികളിൽ പോലും ഒരു ഏകാഭിപ്രായം രൂപവൽക്കരിക്കാൻ അവർക്ക് സാധിക്കാറില്ല. അതെന്തൊക്കെയായിരുന്നാലും ഒരു കാര്യം ശ്രദ്ധേയമാണ്. വഖഫ് നിയമത്തിന്റെ പരിണതഫലങ്ങൾ എന്ത് തന്നെയായിരുന്നാലും മുനമ്പത്തെ നൂറുകണക്കിന് സാധാരണക്കാരന് ഇത് വലിയ ആശ്വാസം തന്നെയാണ്. കാരണം ഈ നിയമം പ്രാബല്യത്തിലാവുന്നതോടുകൂടി അവരെ ഇറക്കി വിടാൻ ഇനി ആർക്കും സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ 1860 സൊസൈറ്റി ആക്ട് പ്രകാരം നിലവിൽ വന്നിട്ടുള്ള എല്ലാ സൊസൈറ്റികൾക്കും പൂർണ്ണ അധികാരം ലഭിക്കുന്നു എന്നുള്ളതാണ്. മുൻപത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്, അവിടുത്തെ താമസക്കാര് ആ സ്ഥലം വില കൊടുത്ത് വാങ്ങിയതാണ് ഫറൂഖ് കോളേജിന് പക്കൽ നിന്നും. പക്ഷെ വഖഫ് ബോർഡ് പറയുന്നു ഫറൂഖ് കോളേജിന് അത് വിൽക്കാൻ അവകാശമില്ല എന്ന്. അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഫറൂഖ് കോളേജ് ഇതേ നിയമപ്രകാരം 1948 നിലവിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമപ്രകാരം ഫറൂഖ് കോളേജിന് ക്രയവിക്രയം നടത്താൻ, സ്ഥലം വിൽക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലം മേടിച്ച് താമസിക്കുന്ന ആർക്കും ഇറങ്ങി പോകേണ്ടി വരികയില്ല. വഖഫ് ബോർഡിന് ആ സ്ഥലവും നേടിയെടുക്കാനാവുകയില്ല. അങ്ങനെ ഒരു വലിയ പ്രശ്നം ഈ നിയമത്തിലൂടെ പരിഹരിക്കപ്പെടുകയാണ്. അതിന് മുൻകൈ എടുത്ത് BJP പ്രശംസിക്കാതിരിക്കാനാവുകയില്ല. ഇനിയിപ്പോ മുനമ്പത്തെ നൂറുകണക്കിന് ആളുകൾ BJP പോയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതിനോടകം 50-ലേറെ ആളുകൾ BJP അംഗത്വം എടുത്തു കഴിഞ്ഞു. കാരണം പ്രശ്നം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ജാതീയ നിയമമൊന്നും അല്ല പ്രശ്നം. അവർക്ക് തങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ട അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ബോധമായിരിക്കുന്നു. അപ്പോൾ പിന്നെ അതിനവരെ സഹായിച്ച് BJPക്ക് വോട്ട് ചെയ്താൽ, അഥവാ BJP പ്രവർത്തകരായാൽ അത്ഭുതപ്പെടാനുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴുകിപ്പോകുന്നത് കോൺഗ്രസും ഇടതുപക്ഷം പോലും അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷേ മുസ്ലിം ലീഗിൽ നിന്ന് പോലും BJPയിലേക്ക് ഒരു കുത്തൊഴുക്കുണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. ആത്യന്തിക ഫലം എന്താണെന്ന് കത്തിരുന്ന് കാണാം.